ഇനി നമുക്ക് ഒരു നമ്പറിൻ്റെ കൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ നമ്പർ n = 1 2 3 4 ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താ? ഇതിൻ്റെ കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1, ഇത് 2, ഇത് 3, 4. അപ്പം നമ്മുടെ ഡിജിറ്റിൻ്റെ കൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 4 ആണ് ഡിജിറ്റിൻ്റെ കൗണ്ട്. ഇത് എന്നിപ്പോൾ n = 1 2 3 എന്നാണ് എഴുതണമെങ്കിൽ കൗണ്ട് എന്താ? ഡിജിറ്റിൻ്റെ കൗണ്ട് എന്താ? 1 2 3 3ആണ് ഡിജിറ്റിൻ്റെ കൗണ്ട്. ഈ രീതിയിൽ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൗണ്ട് കണ്ടുപിടിക്കാൻ, ഡിജിറ്റിൻ്റെ കൗണ്ട് കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം എങ്ങനെ എഴുതുമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ആദ്യം തന്നെ n = int input enter your number. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യണം? വൈൽ ലൂപ്പിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? കൗണ്ട് വേരിയബിൾ എന്ത് സെറ്റ് ചെയ്യണം? 0 സെറ്റ് ചെയ്യാം. ദെൻ വൈൽ ലൂപ്പിൽ n ≠ 0 ആകുന്നത് വരെ എന്ത് ചെയ്യണം? c = c+1 ചെയ്യണം. ദെൻ അതായത് ഇപ്പോൾ നമ്മൾ 1 2 3 ആണ് നമ്മുടെ നമ്പർ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3ക്ക് വേണ്ടി 1 വരണം, 2ന് വേണ്ടി അടുത്ത 2 ആകണം, പിന്നെ 1 വരുമ്പോൾ എന്താണ്? നമ്മുടെ കൗണ്ട് 3 ആകണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ആദ്യം 3 വരുന്ന സമയത്ത് കൗണ്ട് ഒന്ന് കൂടി. അപ്പോൾ കൗണ്ട് ഇപ്പോൾ 0ൽ നിന്ന് 1 ആയി. ഇനി എന്താണ്? ഈ 3 നമ്മുടെ നമ്പർ. ഇത് നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് എന്താണ്? 1നെയും 2നെയും അല്ല 2 ആണ് കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ n = നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും നമുക്ക് കിട്ടാൻ വേണ്ടി n = n ഫ്ലോർ ഡിവിഷൻ 10 ചെയ്യണം. ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ 12 നമുക്ക് കിട്ടും. ഈ 12 ഇവിടെ വരും. ആ സമയത്ത് എന്ത് ചെയ്യും? 2ന് വേണ്ടി നമ്മുടെ കൗണ്ട് ഒന്ന് കൂടും. അപ്പോൾ കൗണ്ട് എന്തായി? 1 മാറി 2 ആവും. ദെൻ എന്ത് ചെയ്യും? n ഫ്ലോർ ഡിവിഷൻ 10 ചെയ്യുമ്പോൾ നമുക്ക് 1 മാത്രം എക്സ്ട്രാക്ട് ചെയ്യും. ദെൻ 1 ഇവിടെ വരും. ദെൻ അഗെയിൻ 1ന് വേണ്ടി കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും. ദെൻ 1 കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലോർ ഡിവിഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്തായിട്ടുണ്ടാകും? ഇതും കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എലമെൻ്റ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ സിയിൽ എത്ര കിട്ടിയിട്ടുണ്ട്? ഓൾറെഡി 3 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് പ്രിൻ്റ് കൗണ്ട് = c എന്ന് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് കിട്ടും. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? പൈത്തൺ കമ്പൈലർ എടുക്കാം. ഇപ്പം നിങ്ങളൊന്ന് നോക്കി, നം = ഞാൻ ഡയറക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്, 1 2 3 3 4 എന്ന് കൊടുത്തിട്ടുണ്ട്. സീൻ്റെ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ 0 സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വൈൽ ലൂപ്പിൽ എന്താ ചെയ്തിരിക്കുന്നത്? വൈൽ ലൂപ്പിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾ നോക്കിയ വൈൽ നം ≠ 0 ആകുന്നത് വരെ നമ്മുടെ ഈ കോഡ് വർക്ക് ചെയ്യണം. വൈൽ നം ≠ 0 ആകുന്നത് വരെ നമ്മുടെ ഇത് വർക്ക് ചെയ്യണം. അതിൽ c = c+1 ചെയ്തിട്ടുണ്ട്, നം = നം ഫ്ലോർ ഡിവിഷൻ 10 ചെയ്തിട്ടുണ്ട്, ദെൻ പ്രിൻ്റ് c ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. നിങ്ങൾ റൺ ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ അതിൻ്റെ ഔട്ട്പുട്ട് എന്ത് വരുമെന്ന് കണ്ടോ? ഔട്ട്പുട്ട് 5. നിങ്ങളൊന്ന് എണ്ണി നോക്കിയേ, 1 2 3 4 5 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കൗണ്ട് 5 ആണ്. ഇനി നമുക്കിതിൻ്റെ ഒരു നമ്പർ ഒന്ന് കുറച്ച് നോക്കാം. ഓക്കെ, ഇനി നമ്മളൊന്ന് റൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ കൗണ്ട് എന്ത് വന്നു? 4 വന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്പർ ഒന്ന് കൂട്ടി നോക്കാം. നമുക്ക് 2 3 നമ്പർ കൂട്ടി നോക്കാം. എൻ്റർ ചെയ്യാം. നോക്കിയേ, 7 1 2 3 4 5 6 7. ഡിജിറ്റ് എത്രയുണ്ട്? 7. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രോഗ്രാം ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ.